ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ടേസ്റ്റ് ബഡ്സ്. ഇന്ന് ഞാനൊരു മട്ടൻ കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യമേ തന്നെ നമുക്കൊരു കുക്കർ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 ബേ ലീവ്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 100 ഗ്രാം ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 5 പച്ചമുളകും കൂടെ ചെറുതായി അരിഞ്ഞതും കൂടെ നീളത്തിൽ അരിഞ്ഞതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ വഴറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ബ്രൗൺ കളർ ആവുന്നവരെ ഇത് വഴറ്റേണ്ട ആവശ്യമില്ല. ഈ ഒരു പാകത്തിന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം മസാലയുടെ പച്ചമണം ഒന്ന് പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഈ മട്ടനൊന്ന് 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി ആ സമയത്തിനുള്ളിൽ നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഒരു 10-12 കാഷ്യൂനട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ള കസകസും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 15 മിനിറ്റ് വരെ ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കുക. 15 മിനിറ്റിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൽ വെള്ളമെല്ലാം കളഞ്ഞിട്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്കൊരു 1/2 മുറി തേങ്ങ തിരുവയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് 1/2 മുറി തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കുറുമ നല്ല തിക്കായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പാകത്തിന് നന്നായിട്ട് അരച്ചെടുക്കുക. നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ 2 വിസിൽ വരെ വേവിച്ചെടുത്തിട്ടുള്ള മട്ടൺ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കിയാൽ അറിയാം കുറച്ചുകൂടി ഇതിൽ വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിലെ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കറക്റ്റ് ഒരു നല്ല ടെൻഡറായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ മട്ടൻ, അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കുറുമ നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിതിൽ വെള്ളക്കസേഴ്സും കൂടെ അരച്ച് ചേർക്കുന്നത്. അപ്പോൾ നല്ല തിക്കും ക്രീമിയും ആയിട്ടുള്ളൊരു കുറുമനെ നമുക്ക് കിട്ടും. ഇനി ഇതിലേക്കൊരു കുറച്ച് വെള്ളം കൂടെ ഞാനിതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. തേങ്ങയുടെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു കുറുമയുടെ റെസിപ്പിയാണിത്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിയിലയും പുതിനയും ചെറുതായി അരിഞ്ഞതും പിന്നെ ഞാൻ കുറച്ച് ഇടിമുളകും കൂടെ ചതച്ച മുളകും കൂടെ കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ മട്ടൻ കുറുമ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.